സോൾട്ട് തുടങ്ങിയ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണ് എന്ത്? എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? നമ്മുടെ ലൈഫ് പ്രോസസ്സിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന യൂറിയ, അധികമുള്ള വാട്ടർ, പിന്നെ സോൾട്ട് തുടങ്ങിയ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണ് എന്ത്? എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. എന്താണ്? കിഡ്നി. എന്താണ് കിഡ്നി? വൃക്ക എന്ന് പറയും അല്ലെ. കിഡ്നി ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇൻ അവർ ബോഡി. ദേ ആക്ട് ആസ് ഫിൽട്ടേഴ്സ് ഇൻ ദ ഹ്യൂമൻ ബോഡി അല്ലെ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്ക്രീറ്ററി ഓർഗൻസ് ആണ് എന്ത്? ഈ കിഡ്നി എന്ന് പറയുന്നത് അല്ലെ. ഇവ എന്താണ്? മനുഷ്യ ശരീരത്തിന്റെ ഒരു അരിപ്പയായിട്ട്, ഫിൽട്ടറായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് കിഡ്നി കേട്ടോ. കിഡ്നിയാണ് എന്ത്? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ അല്ലെ. എന്താണ്? വിസർജന അവയവം അല്ലെ. ഇതാണ് എന്ത്? കിഡ്നി അല്ലെ. ഇതെന്താണ്? ഇവ മനുഷ്യ ശരീരത്തിലെ ഫിൽട്ടർ ആയിട്ട് പ്രവർത്തിക്കുന്നു. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഐഡന്റിഫൈ ദ ഷേപ്പ് ഓഫ് ദ കിഡ്നി. ഈ കിഡ്നിയുടെ ഷേപ്പ് എന്താണ്? ചിത്രം നോക്കൂ. Discuss the given questions with the help of the following notes and picture. Record your findings in the science diary. നൽകിയിരിക്കുന്ന കുറിപ്പും ചിത്രവും ഉപയോഗപ്പെടുത്തി എന്താണ്? ഈ ഇൻഡിക്കേറ്ററിന്റെ സൂചനകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് ചർച്ച ചെയ്ത് കണ്ടെത്തലുകൾ പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, റെനൽ ആർട്ടറി ആണല്ലേ ഇത്. ഇതാ റെനൽ വെയിൻ അല്ലെ. ബ്ലൂ റെനൽ വെയിൻ ആണ് ഇത്. കിഡ്നി, പിന്നെന്താ? യൂറിറ്റർ, പിന്നെ ഇവിടെ നോക്കൂ യൂറിനറി ബ്ലാഡർ അല്ലെ. നോക്കൂ, കിഡ്നി ആൻഡ് ഫിൽട്രേഷൻ. എന്താണ്? കിഡ്നിയും അരിക്കലും അല്ലെ. കിഡ്നീസ് ആർ ബീൻ ഷേപ്ഡ് അല്ലെ. കിഡ്നി ഏത് ഷേപ്പാണ്? ബീൻ ഷേപ്ഡ് ആണ് അല്ലെ. ആൻഡ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ abdominal cavity on either side of the vertebral column. The renal artery carries blood to the kidney. This blood contains urea, glucose, salt, oxygen and other components. But the blood returning through the renal vein after filtration contains comparatively less amount of urea, glucose, salt, oxygen and other components. The waste product in the blood thus filtered by the kidneys are eliminated through urine. Kidneys play an important role in maintaining the proper concentration of water and salt in the body. The average daily output of urine from a healthy person is 1.5 liter. എന്താ ഇവിടെ പറയുന്നത്? ഈ ഒരു ബീൻ ഷേപ്പിൽ അല്ലെ, പയർ വിത്തിന്റെ ആകൃതിയിലുള്ള ഇവ എന്താണ്? ഈ എവിടെ ഉള്ളത്? പയർ ഷേപ്പിന്റെ ആകൃതിയിൽ ഇത് എവിടെയുള്ളത്? ആർ ലൊക്കേറ്റഡ് ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റി ഓൺ ഐദർ സൈഡ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം അല്ലെ. എന്താണ്? ഇവ എന്താ? ഉദരാശയത്തിൽ നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലുമായാണ് ഇത് കാണപ്പെടുന്നത് അല്ലെ. നട്ടെല്ലിന്റെ അല്ലെ വെർട്ടിബ്രൽ കോളത്തിന്റെ എന്താണ്? ഇരുവശങ്ങളിലുമായിട്ടാണ് കാണപ്പെടുന്നത്. കിഡ്നിയിലേക്ക് ബ്ലഡ് എത്തിക്കുന്നത് ആരാണ്? ഇതിലൂടെയാണ് റിനൽ ആർട്ടറി ക്യാരീസ് ബ്ലഡ് ടു ദ കിഡ്നി അല്ലെ. റിനൽ ആർട്ടറി ആണ് എന്ത്? ഈ കിഡ്നിയിലേക്ക് ബ്ലഡ് എത്തിക്കുന്നത് അല്ലെ. ദിസ് ബ്ലഡ് കണ്ടെയ്ൻസ് യൂറിയ, ഗ്ലൂക്കോസ്, സോൾട്ട്, ഓക്സിജൻ ആൻഡ് അതർ കമ്പോണൻസ്. ഈ ബ്ലഡിൽ എന്തൊക്കെയുണ്ട്? ഈ ബ്ലഡില് യൂറിയ ഉണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്, സോൾട്ട് ഉണ്ട്, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും അല്ലെ. എന്നാൽ പിന്നെന്താണ്? but blood returning through the renal vein after filtration contains comparatively less amount of urea, glucose, salt, oxygen and other components അല്ലെ. എന്നാൽ എന്താണ്? ഇവ അരിക്കലിന് ശേഷം, ഫിൽട്രേഷന് ശേഷം എന്താണ്? ഈ കിഡ്നിയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ എന്തൊക്കെയാ? യൂറിയ, ഗ്ലൂക്കോസ്, സോൾട്ട്, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്താണ്? എന്നിവയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും അല്ലെ. The waste product in the blood thus filtered by the kidneys are eliminated through urine. അപ്പൊ എന്താണ്? ഇത്തരത്തിൽ ഈ കിഡ്നിയിൽ ഫിൽറ്ററിന് വിധേയമായ, അരിക്കലിന് വിധേയമായ ബ്ലഡിലെ മാലിന്യങ്ങൾ എന്താണ്? മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു അല്ലെ. ഓക്കെ. കിഡ്നീസ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് ദ പ്രോപ്പർ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ആൻഡ് സോൾട്ട് ഇൻ ദ ബോഡി. ദ ആവറേജ് ഡെയിലി ഔട്ട്പുട്ട് ഓഫ് യൂറിൻ ഫ്രം എ ഹെൽത്തി പേഴ്സൺ ഈസ് 1.5 ലിറ്റർ. എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ? ഇതിലൂടെ എന്താണ്? ബ്ലഡിലൂടെ ഉള്ള മാലിന്യങ്ങൾ എന്താണ്? ഇവിടെ അരിക്കലിന് ശേഷം എന്താണ്? മൂത്രത്തിലൂടെയാണ് ഇത് പുറന്തള്ളപ്പെടുന്നത് അല്ലെ. ശരിയായ അളവിൽ എന്താണ്? വെള്ളം, സോൾട്ട് എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്നതിന് എന്താണ്? ഈ കിഡ്നികൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെ. നിലനിർത്തുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കിഡ്നികൾ അല്ലെ. ആരോഗ്യമുള്ള ഒരാളുടെ കിഡ്നികൾ ഒരു ദിവസം ശരാശരി എന്താണ്? 1.5 ലിറ്റർ മൂത്രം എന്താണ്? ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലെ. ഹെൽത്തി പേഴ്സൺ ആയിട്ടുള്ള ഒരാളെ യൂറിൻ എന്ന് പറയുന്നത് 1.5 ലിറ്റർ ആണ് എന്താണ്? ഈ കിഡ്നി ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ. ഡിസ്കഷൻ പോയിന്റ് ഇനി എന്താണ് നോക്കുക. ഇവിടെ ചർച്ചാ സൂചകങ്ങൾ. വിച്ച് ബ്ലഡ് വെസൽ ക്യാരീസ് ബ്ലഡ് ടു ദ കിഡ്നി. അപ്പൊ കിഡ്നിയിലേക്ക് ബ്ലഡ് എത്തിക്കുന്ന
ബ്ലഡ് വെസൽ ഏതാണ്? ഇവിടെ പറയുന്നുണ്ട് അല്ലെ, റിനൽ ആർട്ടറി അല്ലെ, കിഡ്നിയിലേക്ക് എത്തിക്കുന്നത്. ദെൻ വിച്ച് ബ്ലഡ് വെസൽ ക്യാരീസ് ബ്ലഡ് ബാക്ക് ഫ്രം ദ കിഡ്നി? കിഡ്നിയിൽ നിന്ന് കൊണ്ടുപോകുന്ന ഏതാണ്? റിനൽ വെയിൻ അല്ലെ. ഓക്കെ, ദെൻ അടുത്ത ഏതാണ്? ഹൗ ഡസ് ദ ബ്ലഡ് ഇൻ ദ റിനൽ ആർട്ടറി ഡിഫർ ഫ്രം ദാറ്റ് ഇൻ ദ റിനൽ വെയിൻ? എന്താണ് ഈ റിനൽ ആർട്ടറിയും പിന്നെന്താണ് റിനൽ വെയിന് എന്നീ ബ്ലഡ് വെസലിലെ രക്തത്തിന് എന്ത് വ്യത്യാസമാണുള്ളതെന്ന് ചോദിച്ചത്. എന്ത് വ്യത്യാസമുള്ളത്? മറ്റേ കുറവായിരിക്കും അല്ലെ, അല്ലേ? എങ്ങനെയാണ് കുറയുന്നത്? എങ്ങനെയാണ് എന്താണ് എന്ത് വ്യത്യാസമാണ് ഉള്ളത്? എങ്ങനെയാണ് കുറഞ്ഞു പോകുന്നത്? ഹൗ ഡസ് ഇവിടെ എന്താ അരിക്കലിന് ശേഷം ഫിൽട്രേഷന് ശേഷമാണ് അല്ലെ. ഓക്കെ, വിച്ച് ട്യൂബ് ക്യാരീസ് യൂറിൻ ഫ്രം ദ കിഡ്നീസ്? ഏത് വൃക്കയിൽ നിന്ന് യൂറിൻ കൊണ്ടുപോകുന്ന കുഴയിൽ ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? യൂറിറ്റർ അല്ലെ. മൂത്രം കൊണ്ടുപോകുന്ന ഭാഗം ഏതാണ്? കിഡ്നിയിൽ നിന്ന് മൂത്രം കൊണ്ടുപോകുന്ന കുഴൽ ഏതാണ്? നെക്സ്റ്റ് എന്താണ്? ഇൻ വിച്ച് പാർട്ട് ഓഫ് എക്സ്ക്രീറ്ററി സിസ്റ്റം ഈസ് യൂറിൻ കളക്റ്റഡ്? ഇനി ഈ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലെ ഏത് ഭാഗത്താണെന്ത് ഈ യൂറിൻ കളക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ നമുക്ക് മനസ്സിലാവും അല്ലെ. ഓക്കെ, ദെൻ അടുത്ത നോക്കൂ. ലിസൺ ടു ദ കൺസർവേഷൻ ബിറ്റ്വീൻ എ ചൈൽഡ് ആൻഡ് എ ഡോക്ടർ. ഇനി കുട്ടിയും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഡോക്ടർ, ഐ ഫീൽ പെയിൻ ആൻഡ് എ ബേണിംഗ് സെൻസേഷൻ വൈൽ യൂറിനേറ്റിംഗ്. ദർ ഇസ് പെയിൻ ഇൻ ലോവർ അബ്ഡോമൻ ഓൾസോ. എന്താണ്? ഡോക്ടർ മൂത്രം ഒഴിക്കുമ്പോൾ എന്താണ്? എനിക്ക് പുകച്ചിലും വേദനയും അനുഭവപ്പെടുന്നുണ്ട്. കൂടാതെ എന്താണ്? അടിവയറ്റിലും വേദനയുണ്ട് എന്നാണ് ഈ കുട്ടി പറയുന്നത് അല്ലെ. ഡോണ്ട് യു ഡ്രിങ്ക് ഇനഫ് വാട്ടർ ആൻഡ് യൂറിനേറ്റ് റെഗുലർലി? ആവശ്യത്തിന് വെള്ളം കുടിക്കാറില്ലേ? ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കാറില്ലേ എന്ന് ഡോക്ടർ ചോദിക്കുകയാണ് അല്ലെ. ടു അവോയ്ഡ് ഫ്രീക്വന്റ് യൂറിനേഷൻ ഐ ഡ്രിങ്ക് വെരി ലിറ്റിൽ വാട്ടർ വൈൽ അറ്റ് സ്കൂൾ ആൻഡ് യൂറിനേറ്റ് ഓൺലി ആഫ്റ്റർ റീച്ചിങ് ഹോം. അപ്പൊ കുട്ടി പറയുന്നത് എന്താണ്? ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കേണ്ടി വരുന്നതിനാൽ എന്താണ് ഞാൻ സ്കൂളിൽ പോയാൽ കുറച്ച് വെള്ളം മാത്രമേ കുടിക്കൂ, വീട്ടിൽ തിരിച്ചെത്തിയേ എന്താണുള്ളൂ മൂത്രം ഒഴിക്കുള്ളൂ എന്നാണ് കുട്ടി പറയുന്നത് അല്ലെ. Proper functioning of the kidneys requires adequate intake of water. If you don't urinate for a long time, pathogens will get multiplied in the urethra and bladder, leading to infection. എന്താണ്? കിഡ്നികൾ ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ എന്താണ്? ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കണം. ദീർഘനേരം മൂത്രമൊഴിക്കാതിരുന്നാൽ എന്താണ്? ഈ ദീർഘദൂരം പാത്തജൻസ് വിൽ ഗെറ്റ് മൾട്ടിപ്ലൈ ഇൻ ദ യൂറിത്ര ആൻഡ് ബ്ലാഡർ അല്ലെ. യൂറിത്രയിലും ബ്ലാഡറിലൊക്കെ എന്താണ്? രോഗാണുക്കൾ പെരുകി എന്താണ്? ഇൻഫെക്ഷൻ ഉണ്ടാവും അല്ലെ. അപ്പം കൂടുതൽ വെള്ളം കുടിക്കണം അല്ലെ. സ്കൂളിൽ നിന്ന് മൂത്രം ഒഴിക്കാൻ ഉണ്ടാവും വിചാരിച്ചിട്ട് എന്താക്കരുത്? വെള്ളം കുടിക്കാതിരിക്കരുത്. നമ്മളെ ശരീരത്തിൽ വെള്ളം എത്തണം അല്ലെ, അല്ലെങ്കിൽ ഈ കുട്ടി പറഞ്ഞ അസുഖങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, നിങ്ങളൊക്കെ എല്ലാവരും നന്നായി വെള്ളം കുടിക്കാറില്ലേ? Then, what are the health problems that will occur if you don't drink enough water and urinate at regular intervals? Interview a doctor and write them in the science diary. ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും യഥാസമയം മൂത്രമൊഴിക്കുകയും ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഡോക്ടറുമായി അഭിമുഖം നടത്തിയത് നിങ്ങൾ എന്താക്കുക? പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പെയിൻ ആൻഡ് ബേണിംഗ് സെൻസേഷൻ വൈൽ യൂറിനേറ്റിംഗ്. there is a pain in lower abdomen അല്ലേ. ഓക്കെ, നെക്സ്റ്റ് എക്സാമിൻ ദ ഇല്ലസ്ട്രേഷൻ ബിലോ. ഈ താഴെയുള്ള ചിത്രീകരണം ശ്രദ്ധിക്കാൻ അറിഞ്ഞ് ഇനി നോക്കൂ. പ്രൊട്ടക്ട് മീ, കിഡ്നിയാ പറയുന്നത് അല്ലെ. പ്രൊട്ടക്ട് മീ, എന്നെ സംരക്ഷിക്കൂ എന്നാണ് അല്ലെ. പ്ലീസ് ഗീവ് അപ്പ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ലിക്വർ. എന്താണ്? പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കണേ. പിന്നെ പ്ലീസ് റെഡ്യൂസ് എക്സസ് യൂസ് ഓഫ് സോൾട്ട്. ഉപ്പിന്റെ അമിത ഉപയോഗം കുറയ്ക്കണം. പ്ലീസ് റെഡ്യൂസ് ദ യൂസ് ഓഫ് അൺനെസസറി മെഡിസിൻ. എന്താണ്? അത്യാവശ്യമായ മരുന്നിന്റെ ഉപയോഗം, അനാവശ്യമായ മരുന്നിന്റെ എന്താണ് ഉപയോഗം കുറയ്ക്കണം എന്നാണ് പറയുന്നത് അല്ലെ. പ്ലീസ് ഡ്രിങ്ക് അറ്റ്ലീസ്റ്റ് 12 glasses ഓഫ് വാട്ടർ ഡെയിലി. ദിവസവും ഏകദേശം ഒരു 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. പ്ലീസ് അവോയ്ഡ് ഓവർ യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ്. എന്താണ്? ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പാനീയങ്ങളുടെ അമിത ഉപയോഗം ഒഴിവാക്കണേ എന്നല്ലേ. പ്ലീസ് എക്സസൈസ് ഡെയിലി അല്ലെ. ദിവസവും എന്താണ്? എക്സസൈസ് ചെയ്യണം എന്നല്ലേ. ഇതൊക്കെയാണ് എന്ത് ഈ കിഡ്നീന്റെ ഇത് നല്ല രീതിയിൽ നടക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെ. ഓക്കെ, വാട്ട് ആർ ദ മെഷർ വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ടു പ്രൊട്ടക്ട് ദ ഹെൽത്ത് ഓഫ് അവർ കിഡ്നി? ഡിസ്കസ് ഇൻ ദ ക്ലാസ് ആൻഡ് റെക്കോർഡ് ദം ഇൻ ദ സയൻസ് ഡയറി. നിങ്ങൾ കിഡ്നിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് അല്ലെ. എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടല്ലേ? പുകവലി മദ്യപാനം ഉപേക്ഷിക്കണം. പിന്നെന്താണ്? reduce the excess use of salt. പിന്നെ reduce the use of unnecessary medicine. Please drink at least 12 glasses of water daily. Please avoid overuse of artificial drink. Please exercise daily. പിന്നെന്താണ്? give up smoking and drinking liquor അല്ലെ. ഇതൊക്കെ ചെയ്യേണ്ടത് അല്ലെ.
പ്ലീസ് അല്ലേ. വാട്ട് ആർ ദ മീൻസ് ടു സേവ് സംവൺ സഫറിംഗ് ഫ്രം കിഡ്നീസ് ഫെയിലിയർ? ഇനി എന്താണ് ഒരു കിഡ്നീന്റെ പ്രവർത്തനം തകരാറിലായ ഒരാളെ രക്ഷിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? ഡയാലിസിസ് ചെയ്യണം അല്ലെ. പിന്നെ എന്താ ഉള്ളത് എന്ന് എഴുതുക. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ് അടുത്തത്. നെക്സ്റ്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ് കേട്ടോ. നേരത്തെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ അല്ലേ പറഞ്ഞിരുന്നത്, ഇനി കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കേട്ടോ. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ is a process of transplanting one kidney from a healthy donor to a person whose both kidneys are impaired. Kidney transplantation will be possible only if certain vital factors including the blood group of the donor and the recipient are compatible. Any healthy person above 18 years can donate a kidney. എന്താണ്? ആരോഗ്യമുള്ള ഒരാളിൽ നിന്ന് ഒരു കിഡ്നി എടുത്ത് 2 കിഡ്നികളും തകരാറിലായ ഒരാളിലേക്ക് വെച്ച് പിടിപ്പിക്കുന്നതാണ് എന്ത്? ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? ആരോഗ്യമുള്ള ഒരാളിൽ നിന്ന് അയാൾ കിഡ്നി കൊടുക്കുമെന്ന് പറയണം കേട്ടോ. അങ്ങനത്തെ ഒരാളിൽ നിന്ന് എന്താണ് അയാളുടെ ഒരു കിഡ്നി എടുത്ത് 2 കിഡ്നികളും തകരാറിലായ ഒരാളിലേക്ക് വെച്ച് പിടിപ്പിക്കുന്നതാണ് എന്ത്? ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ കിഡ്നി സ്വീകരിക്കുന്ന വ്യക്തിയുടെയും നൽകുന്ന വ്യക്തിയുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള പരിശോധന ഫലങ്ങൾ യോജിച്ചാൽ മാത്രമേ എന്തും പറ്റുള്ളൂ? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സാധ്യമാവുള്ളൂ അല്ലെ. അപ്പൊ അവിടെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാവണം, പിന്നെ അതുപോലെ എന്താണ് പരിശോധനാ ഫലങ്ങളൊക്കെ നടത്തണം അല്ലേ. എന്തിയാ മറ്റേ ആൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ നോക്കണം അല്ലേ. അല്ല ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ മാത്രമേ എന്താണ് അതുപോലെ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പുള്ള കിഡ്നി ആണെങ്കിൽ മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ? ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ. അതർ എക്സ്ക്രീറ്ററി ഓർഗൻസ്. ഇനി വേറെ എന്താണ്? മറ്റു ചില വിസർജനാവയവങ്ങൾ. എന്താണ്? സ്വെറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ ബോഡി ഡ്യൂറിങ് സമ്മർ ആൻഡ് റെയിനി സീസൺ അല്ലേ. എന്താണ്? ഈ വേനൽക്കാലത്തും മഴക്കാലത്തും നമ്മുടെ ശരീരത്തിൽ വിയർപ്പ് ഉണ്ടാകുന്നുണ്ടല്ലോ. How is it eliminated from the body? എങ്ങനെയാണ് ഇത് പുറത്തു പോകുന്നത്? What materials are expelled from the body through sweat? ശരീരത്തിൽ നിന്ന് വിയർപ്പിലൂടെ എന്തെല്ലാം പുറത്തു പോകുന്നു? വാട്ടർ പോകുന്നുണ്ട്, സോൾട്ട് പോകുന്നുണ്ട് അല്ലേ. Analyze the given note and find out the functions of skin. Write them in your science diary. നൽകിയിരിക്കുന്ന കുറിപ്പ് വായിച്ചിട്ട് എന്താണ് ഈ ഇതിന്റെ ധർമ്മങ്ങൾ എന്താണ്, ഫങ്ഷൻസ് എന്തൊക്കെയാ, സ്കിന്നിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സ്വെറ്റ് എന്താണ്? സ്വെറ്റ് വിയർപ്പ് അല്ലെ. Sweat is produced by sweat glands in the skin. Excess water and salt in the body are eliminated through sweat. The heat to evaporate sweat is taken from our body. Sweating thus helps in our temperature regulation. Protecting the body by covering it and sensing touch are also the functions of skin. എന്താണ്? സ്കിന്നിലെ ഒരു സ്വെറ്റ് ഗ്ലാൻസ് ആണ് അല്ലെ. സ്കിന്നിലുള്ള ഒരു സ്വെറ്റ് ഗ്ലാൻസ് ആണ് എന്ത്? വിയർപ്പ് ഉണ്ടാക്കുന്നത്. ഈ ശരീരത്തിൽ അധികമുള്ള വാട്ടറും സോൾട്ടും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു. ഈ സ്വെറ്റ് വിയർപ്പ് എന്താണ് ഇവാപറേഷൻ ആയിട്ട് മാറാൻ എന്താണ് വേണ്ട ടെമ്പറേച്ചർ നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നു. ഇങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ ക്രമീകരിച്ചു റെഗുലേറ്റ് ചെയ്തിട്ട് നിർത്താൻ വിയർക്കൽ സഹായിക്കുന്നുണ്ട് അല്ലെ. ശരീരത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുക, സ്പർശം അറിയുക എന്നിവയും എന്താണ് ഈ സ്കിന്നിന്റെ ഫംഗ്ഷൻ ആണ് അല്ലെ. എന്താണ്? നമ്മുടെ സ്കിന്നിന്റെ സ്വെറ്റ് ഗ്ലാൻസ് ആണ് എന്ത് ഈ വിയർപ്പ് ഉണ്ടാക്കുന്നത്. ശരീരത്തിൽ അധികമുള്ള വാട്ടറും സോൾട്ടും വിയർപ്പിലൂടെ പുറത്തു പോകുന്നുണ്ട്. വിയർപ്പ് എന്താണ്? ബാഷ്പമായിട്ട് ഇവാപറേറ്റ് ആയിട്ട് സ്വെറ്റ് ഇവാപറേറ്റ് ആയിട്ട് മാറാൻ വേണ്ട ടെമ്പറേച്ചർ നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നു. ഇങ്ങനെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്താ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ക്രമീകരിച്ച് എന്താണ് നിലനിർത്താൻ വിയർക്കലാണ് സഹായിക്കുന്നത് അല്ലെ. ശരീരത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുക, കവർ ചെയ്യുക. പിന്നെന്താണ്? സ്പർശം അറിയുക, ടച്ചിങ് സെൻസ് അല്ലെ, അത് അറിയുക എന്താണ് ഈ സ്കിന്നിന്റെ ഫംഗ്ഷൻ ആണ്. ഓക്കെ. സ്വെറ്റ് കംസ് ഔട്ട് ഫ്രം ദ സ്വെറ്റ് ഗ്ലാൻസ് ത്രൂ ദ minute pores in the skin. If the sweat accumulates in the skin, it will cause diseases. Therefore, skin must be thoroughly cleansed while bathing. എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ? സ്കിന്നിലെ സൂക്ഷ്മ മൈന്യൂട്ട് ആയിട്ടുള്ള പോറുകൾ ഉണ്ടാവും അല്ലെ. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് എന്ത് ഈ സ്വെറ്റ് ഗ്ലാൻസ് വിയർപ്പ് പുറത്തു വരുന്നത് അല്ലെ. ആ നിന്ന് അതായത് സ്കിന്നിലെ മൈന്യൂട്ട് പോർസിലാണെന്ത് ഈ സ്വെറ്റ് ഗ്ലാൻസിൽ നിന്ന് വിയർപ്പ് പുറത്തു വരുന്നത്. ഇവ സ്കിന്നിൽ അടിഞ്ഞുകൂടിയാൽ എന്താണ് രോഗങ്ങൾ ഉണ്ടാകും അല്ലെ. അതിനാൽ കുളിക്കുമ്പോൾ സ്കിൻ എന്താണ് നന്നായി വൃത്തിയാക്കേണ്ടതുണ്ട്. ഹാവിന്റ് യു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ ഹൈജീൻ ഇൻ ഹെൽത്ത് കെയർ?
ആരോഗ്യ സംരക്ഷണത്തിൽ ഈ വ്യക്തി ശുചിത്വത്തിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പാർട്ട് ഫ്രം കിഡ്നി ആൻഡ് സ്കിൻ, ലങ്സ് ആർ ലിവർ ഓൾസോ പ്ലേ എ റോൾ ഇൻ എക്സ്ക്രീറ്ററി പ്രോസസ്സ്. എന്താണ്? ലിവറും ലങ്സും അല്ലെ എന്നിവ കൂടാതെ എന്താണ്, കിഡ്നിയും സ്കിന്നും എന്നിവ എന്താണ് ഈ ലങ്സിൽ, അതുപോലെ കിഡ്നി എന്നിവയ്ക്ക് എന്താണ് ഈ എക്സ്ക്രീഷൻ പ്രോസസ്സിൽ എന്താണ് പങ്കുണ്ട് അല്ലെ. എന്താണ്? അപ്പാർട്ട് ഫ്രം കിഡ്നി ആൻഡ് സ്കിൻ, ലങ്സ് ആൻഡ് ലിവർ ഓൾസോ പ്ലേ എ റോൾ ഇൻ ദ എക്സ്ക്രീൻ അല്ലെ. എന്താണ്? കിഡ്നിയും സ്കിന്ന് എന്നിവ കൂടാതെ ഈ ലങ്സും ലിവർ എന്നിവയ്ക്കും എന്താണ് ഈ എക്സ്ക്രീറ്ററി പ്രോസസ്സിൽ പ്രധാന പങ്കുണ്ട് അല്ലെ. Then read the notes on lungs and liver. Discuss the point given below with your friends and record them in the science diary. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയാം? നിങ്ങൾ ലങ്സ്, പിന്നെന്താണ് ലിവർ അല്ലെ, ലങ്സ് ആൻഡ് ലിവർ അതിനെ കുറിച്ചിട്ട് കുറിപ്പ് വായിക്കുക. എന്നിട്ട് നൽകിയിരിക്കുന്ന സൂചനകൾ കൂട്ടുകാരുമായി ചർച്ച ചെയ്തത് ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ലങ്സ് നോക്കൂ. ലങ്സ് എലിമിനേറ്റ് ദ കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെൽ അല്ലെ. സെല്ലിൽ നിന്ന് എത്തിച്ചേരുന്ന കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നതാണ് എന്ത്? ലങ്സ്. ഓക്കെ. ഇനി ലിവർ ആണെങ്കിലോ? ലിവർ ഈസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഇറ്റ് ഡിസ്ട്രോയ്ഡ് ദ ഹാർംഫുൾ കെമിക്കൽ സബ്സ്റ്റൻസ് റീച്ചിങ് ത്രൂ ദ ബ്ലഡ്. Bile that is essential to digest fats is also synthesized in the liver. When nutrients break down, ammonia, which is harmful to the body, is produced. Liver converts this into urea, which is comparatively less toxic. എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണെന്ത്? ഏറ്റവും വലിയ ഗ്ലാൻഡ്, ലാർജസ്റ്റ് ഗ്ലാൻഡ് അല്ലെ. ഹ്യൂമൻ ബോഡിയിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണെന്ത്? ലിവർ. ഓക്കെ. ഇനി എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ. ബ്ലഡിലൂടെ എത്തുന്ന ഹാനികരമായ ഈ കെമിക്കൽ വസ്തുക്കളെ എന്താണ് ഇത് നശിപ്പിക്കുന്നു. ഇവ ഫാറ്റിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ ബൈൽ എന്ന് പറഞ്ഞാൽ പിത്തരസം അല്ലെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പോഷക ഘടകങ്ങൾ അതുപോലെ എന്താ ന്യൂട്രിയൻസ് ബ്രേക്ക് ഡൗൺ അമോണിയ വിച്ച് ഈസ് ഹാർംഫുൾ ടു ദ ബോഡി ഈസ് പ്രൊഡ്യൂസ്ഡ്. എന്താ അവിടെ പറയുന്നത്? ഇത് ന്യൂട്രിയൻസ് അല്ലെ, ന്യൂട്രിയൻസ് ബ്രേക്ക് ഡൗൺ, പോഷക ഘടകങ്ങൾ വിഘടിക്കുമ്പോൾ എന്താണ് ശരീരത്തിന് ഹാനികരമായ അമോണിയ ഉണ്ടാകുന്നുണ്ട് അല്ലെ. ഇതിനെ എന്താണ് താരതമ്യേന ഹാനികരമല്ലാത്ത യൂറിയയാക്കി മാറ്റുന്നത് ആരാണ്? ഈ ലിവർ ആണ് അല്ലെ. ഇതിനെ ഹാനികരമല്ലാത്ത അല്ലെ ഹാനികരമല്ലാത്ത യൂറിയയാക്കി മാറ്റുന്നത് ആരാണ്? ലിവർ ആണ് കേട്ടോ. ഡിസ്കഷൻ പോയിന്റ് നോക്കൂ. വിച്ച് ഓർഗൻ എലിമിനേറ്റ് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെൽ. സെല്ലിൽ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്ന അവയവം ഏതാണ്? ഇവിടെ പറയുന്നുണ്ട് അല്ലെ, ലങ്സ് അല്ലെ. ദെൻ നെയിം ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് ഏതാണ്? ലിവർ അല്ലെ. ഓക്കെ. ദെൻ വിച്ച് കെമിക്കൽ സബ്സ്റ്റൻസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലിവർ. ഈ ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഏതാണ്? ഇവിടെ പറയുന്നുണ്ട് അല്ലെ. എന്താണ് കെമിക്കൽ സബ്സ്റ്റൻസ് റീച്ചിങ് ത്രൂ ദ ബ്ലഡ് അല്ലെ. ഏതാണ്? എസെൻഷ്യൽ ഡൈജസ്റ്റ് ഫാറ്റ് സിന്തസിസ്ഡ് അമോണിയ. അടുത്ത എന്താണ്? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ ലിവർ. ഈ ലിവറിന്റെ ഫങ്ഷൻസ് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അത് എഴുതുക കേട്ടോ. ഓക്കെ. പ്ലാന്റ്സ് ആർ ഓൾസോ ലിവിംഗ് തിങ്സ്. എക്സ്ക്രീഷൻ ടേക്ക് പ്ലേസ് ഇൻ ദം ടു. വി വിൽ സ്റ്റഡി അബൌട്ട് ഡിഫറെന്റ് മെത്തേഡ് ഓഫ് പ്ലാന്റ് എക്സ്ക്രീഷൻ ഇൻ ഹയർ ക്ലാസ്സസ്. എന്താണ്? പ്ലാന്റ്സും ജീവികളാണല്ലോ, അവയിലും എന്താണ് എക്സ്ക്രീഷൻ നടക്കുന്നുണ്ട് അല്ലെ. സസ്യങ്ങളിലെ ഈ വിസർജന രീതികളെ പറ്റി നമുക്ക് ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ. ഇവിടെ ബൈലാണ് അല്ലെ. ദാറ്റ് ഈസ് ഡൈജസ്റ്റ് ഫാറ്റ്സ് ഈസ് സിന്തസൈസ്ഡ് ഇൻ ദ ലിവർ അല്ലെ. ഓക്കെ. ദെൻ നെർവസ് സിസ്റ്റം നോക്കൂ. ഇനി എന്താണ് നെർവസ് സിസ്റ്റം? നാഡീവ്യവസ്ഥ അല്ലേ. ദർ ആർ ഡിഫറെന്റ് ഓർഗൻസ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ എന്താണ് വിവിധ ഓർഗൻസ് ഉണ്ട് അല്ലെ. ദാറ്റ്സ് ഓൺലി വൺ ഓർഗൻ ഫങ്ഷൻസ് വെൻ വി വർക്ക്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഒരു അവയവം മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇമാജിൻ ദാറ്റ് എ പെൻ ഫെൽ ഡൗൺ ഫ്രം യുവർ ഹാൻഡ്. വിച്ച് ആർ ദ ഓർഗൻസ് ദ ഫങ്ഷൻ വെൻ വി പിക്ക് ഇറ്റ് അപ്പ് ഫ്രം ദം ഡൗൺ. ഇനി നിങ്ങളുടെ കയ്യിൽ നിന്നൊരു പേന താഴെ വീടും വിചാരിക്കുക. അത് എടുക്കുമ്പോൾ എന്തെല്ലാം ഓർഗൻസ് ആണ് പ്രവർത്തിക്കുന്നത്? എഴുതി നോക്കൂ. എല്ലാവരും ബോഡിയുള്ളവരും ഇതെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. All bodily activities are possible only through the coordination of various organs in the body. How is the coordination of various activities possible in our body? Don't you close your eyes instinctively if an insect flies towards your eye? How about lighting a torch into your eyes? How will we respond to such situation? എന്താണ്? നമ്മുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ
വിവിധ അവയവങ്ങളുടെ കോർഡിനേഷനിലൂടെയാണ് എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും സാധ്യമാകുന്നത് അല്ലെ. നമ്മുടെ ശരീരത്തിൽ വിവിധ പ്രവർത്തനങ്ങളുടെ ഒരു കോർഡിനേഷൻ എങ്ങനെയാണ് സാധ്യമാകുന്നത്? നിങ്ങളുടെ കണ്ണിന് നേരെ ഒരു പ്രാണി പറന്നു വന്നാൽ പെട്ടെന്ന് കണ്ണടക്കില്ലേ? കണ്ണിനെ നേർക്ക് ടോർച്ച് പ്രകാശിപ്പിച്ചാലോ? ഇത്തരം സന്ദർഭങ്ങളോട് പ്രതികരിക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? Read the note given below and find answers to the question. Write them in the science diary and present in the class. Okay. താഴെയുള്ള കുറിപ്പ് വായിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി നെർവസ് സിസ്റ്റം എന്താ നോക്കൂ, ഇതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, നെർവസ് സിസ്റ്റം ഹെൽപ്പ് us to respond according to the circumstances. എന്താ അവിടെ പറയുന്നത്? സർക്കംസ്റ്റൻസിനനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്ന ആരാണ്? നെർവസ് സിസ്റ്റം ആണ് അല്ലേ. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ദ ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവസ് അല്ലേ. അഥവാ എന്താണ്? ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ്സ് എന്നിവ ചേർന്നതാണ് എന്ത് നമ്മുടെ ഈ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്തൊക്കെയാ? ബ്രെയിന്, സ്പൈനൽ കോഡ്, നെർവസ് ഇതൊക്കെ കൂടി ചേർന്നാണ് ഇത് നെർവസ് സിസ്റ്റം. ഓക്കെ, ബ്രെയിൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർഗൻ ഇൻ ദ ബോഡി. നമ്മളെ ബോഡിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻ എന്ന് പറയുന്നത് ഏതാണ്? ബ്രെയിൻ ആണ് അല്ലെ. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണ്? ബ്രെയിൻ ആണ് അല്ലെ. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ. ഇതെവിടെയാണ് സംരക്ഷിക്കുക? ഒരു സ്കളിൽ എന്താണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? ബ്രെയിൻ അല്ലെ, തലയോട്ടിക്കുള്ളിൽ അല്ലെ. സ്കളിലാണ് എന്ത് ഈ ബ്രെയിന് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. Some of the major functions of the brain are to control movements of various muscles of the body, coordinate all activities of the body and give instruction to the cell. The brain is the center of vision. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ, നമുക്ക് നമ്മുടെ സ്കളിലാണെന്ത് ഈ ബ്രെയിന് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെ. വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, ശരീരത്തെ പ്രവർത്തനങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് വിവിധ കോശങ്ങൾക്ക് വേണ്ടി, വിവിധ സെല്ലുകൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവ എന്താണ് ഈ ബ്രെയിനിന്റെ പ്രധാന പ്രവർത്തനങ്ങളാണ് അല്ലെ. ദ ബ്രെയിൻ ഈസ് ദ സെന്റർ ഓഫ് വിഷൻ, ഹിയറിംഗ്, മെമ്മറി, ഇന്റലിജൻസ്, ഇമാജിനേഷൻ ആൻഡ് ഇമോഷൻസ്. എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ, ഈ നമ്മളെ വിഷന്, കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ, ബുദ്ധി എന്നിവയുടെ എല്ലാം കേന്ദ്രം എന്താണ്? ബ്രെയിൻ ആണ് അല്ലെ. ഓക്കെ, the brain even the most modern computers are less efficient than human brain. എന്താ അവിടെ പറയുന്നത് നോക്കിയേ, ഏറ്റവും ആധുനിക കമ്പ്യൂട്ടർ പോലും എന്താണ് കാര്യക്ഷമതയിൽ മനുഷ്യ ബ്രെയിനിന്റെ പിന്നിലാണ് അല്ലെ. കമ്പ്യൂട്ടർ ഹാസ് ദ എബിലിറ്റി ടു വർക്ക് ഓൺലി അക്കോർഡിംഗ് ടു ദ പ്രോഗ്രാംഡ് സോഫ്റ്റ്വെയർ. എന്താ അവിടെ പറയുന്നത്? മുൻകൂട്ടി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് മാത്രമാണ് എന്ത് കമ്പ്യൂട്ടറിന് അല്ലേ. കമ്പ്യൂട്ടറിൽ ഓൾറെഡി എന്താണ് അവർക്ക് പ്രോഗ്രാം ചെയ്ത് വെക്കണം സോഫ്റ്റ്വെയറിൽ, എന്നാലേ അതിന് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ അല്ലെ. ഓൺ ദ അതർ ഹാൻഡ് പക്ഷെ എന്താ ബ്രെയിൻ ക്യാൻ റിയാക്ട് ടു ഇറ്റ് സറൗണ്ടിങ്സ്, ലേൺ ആൻഡ് ഇമാജിൻ ന്യൂ തിങ്സ് അല്ലെ. അപ്പൊ എന്താണ് ബ്രെയിൻ ഇതെന്താണ്? എന്നാൽ എന്താ ഈ ബ്രെയിനാട്ടെ ചുറ്റുപാടിനോട് പ്രതികരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സങ്കല്പിക്കാനും കഴിയും അല്ലെ. ബ്രെയിൻ ഈസ് ആക്റ്റീവ് നോട്ട് ഓൺലി വെൻ യു ആർ അവേക്ക് ബട്ട് ഓൾസോ വെൻ യു ആർ സ്ലീപ്പ്. ഈ ബ്രെയിൻ പ്രവർത്തിക്കുന്ന എപ്പോഴാ അറിയോ? നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല, ഉറങ്ങുമ്പോഴും എന്താണ് ബ്രെയിനിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രമല്ല ബ്രെയിനിൽ അല്ല ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല എന്ത് ബ്രെയിൻ ആക്റ്റീവ് ആവുന്നത് അല്ലെ. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എന്താണ് ബ്രെയിൻ ആക്റ്റീവ് ആവുന്നുണ്ട്. ഓൾ ദ ബോഡി ഫങ്ഷൻസ് ആർ കൺട്രോൾഡ് ആൻഡ് coordinated by the nervous system. The use of alcohol and drugs adversely affect the functions of the nervous system. എന്താ അവിടെ പറയുന്നത് നോക്കിയേ, നമ്മുടെ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും അതുപോലെ കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ all the body functions are controlled and coordinated by the nervous system. ഈ നെർവസ് സിസ്റ്റം ആണ് അല്ലേ. നമ്മൾ ബോഡി ഫങ്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നത് നെർവസ് സിസ്റ്റം ആണ് അല്ലേ. ദ യൂസ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് അഡ്വേഴ്സ്ലി അഫക്ട് ദ ഫങ്ഷൻസ് ഓഫ് ദ നെർവസ് സിസ്റ്റം അല്ലെ. എന്താ അവിടെ പറയുന്നത്? ഈ മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം എന്താണ് ഈ നെർവസ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെ എന്താണ് നന്നായി ബാധിക്കും അല്ലെ. അപ്പൊ അങ്ങനത്തെയൊക്കെ നമ്മൾ എന്താക്കണം? ഒഴിവാക്കണം അല്ലെ. ഡ്രഗ്സുകളൊക്കെ ഒഴിവാക്കണം അല്ലെ. നമ്മൾ ഡ്രഗ്സ്, അത് ആൽക്കഹോൾ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അല്ലെ. അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ദെൻ വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ? ഈ ബ്രെയിനിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ പറയുന്നുണ്ട് അല്ലെ. മെയിൻ ഫങ്ഷൻസ് ഓഫ് ബ്രെയിൻ എന്ന് പറഞ്ഞിട്ട് എന്താണ്? വിഷൻ ഇതവിടെ പറയുന്നുണ്ട് അല്ലെ. എന്താണ്? മേജർ ഫങ്ഷൻസ് ഓഫ് ദ ബ്രെയിൻ ആർ ടു കൺട്രോൾ മൂവ്മെന്റ്സ് ഓഫ് വേരിയസ് മസിൽസ് ഓഫ് ദ ബോഡി, കോർഡിനേറ്റ് ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ദ ബോഡി ആൻഡ് ഗിവ് ഇൻസ്ട്രക്ഷൻ ടു ദ സെൽ. പിന്നെ വേറെ പറയുന്നില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെയിം ദ ബോഡി കവറിംഗ് ദാറ്റ് പ്രൊട്ടക്ട് ദ ബ്രെയിൻ. ബ്രെയിനിനെ കവർ ചെയ്യുന്ന ആ
ബോഡി കവറിങ് ഏതാണ്? സ്കള്ളാണ് അല്ലെ. വാട്ട് ആർ ദ മെയിൻ പാർട്സ് ഓഫ് ദ നെർവസ് സിസ്റ്റം? നെർവസ് സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ പറയുന്നുണ്ടല്ലോ നെർവസ് സിസ്റ്റത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. ഇതാ ഇവിടെ എന്താ കമ്പോസ്റ്റ് ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവസ് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ, അഡോളസൻസ് ആൻഡ് ഹെൽത്ത് അല്ലെ. ഇനി എന്താണ് ഇവിടെ? അഡോളസൻസ് ആൻഡ് ഹെൽത്ത് ആണ് കേട്ടോ. എന്താണ്? കൗമാരവും ആരോഗ്യവും. യു ആർ ഗ്രോയിങ് ഡേ ബൈ ഡേ and are now passing through adolescence. Adolescence period is from the age of 10 to 19 years. Biologically, it is a period with many peculiarities as a natural biological process. Many physical changes occur during this period. Brain development, sudden increase in height and weight, increased efficiency of glands, etc. are the characteristics of this period. എന്താണ് പറയുന്നത്? അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്താണ് ഇപ്പൊ കൗമാരകാലത്തിലൂടെയാണ് എന്താണ് ഇപ്പോൾ കടന്നു പോകുന്നത് അല്ലെ. 10 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണെന്ത് ഈ അഡോളസൻസ് ഏജ് എന്ന് പറയുന്നത് കേട്ടോ. 10 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണെന്ത് അഡോളസൻസ് എന്ന് പറയുന്നത്. ജീവശാസ്ത്രപരമായി ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു കാലമാണിത് അല്ലെ. സ്വാഭാവികമായ ഒരു എന്താണ് ഇറ്റ്സ് എ പീരീഡ് നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ്. മെനി ഫിസിക്കൽ ചേഞ്ചസ് ഒക്കർ ദിസ് പീരീഡ്. ഈ സമയത്ത് എന്താണ് നിങ്ങൾ ഒരുപാട് ശാരീരിക മാറ്റങ്ങൾ എന്താണ് ഈ കൗമാര കാലത്ത് എന്താണ് നടക്കുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാണിത്? അവിടെ ബ്രെയിൻ ഡെവലപ്മെന്റ് അല്ലെ, തലച്ചോറിന്റെ പ്രവികാസം, പിന്നെ സഡൻ ഇൻക്രീസ് ഇൻ ഹൈറ്റ് ആൻഡ് വെയിറ്റ്, ഉയരത്തിലും തൂക്കത്തിലും പെട്ടെന്നുണ്ടാകുന്ന വർധനവ്, ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഓഫ് ഗ്ലാൻസ്, ഗ്രന്ഥികളുടെ വർദ്ധിച്ച പ്രവർത്തനക്ഷമത എന്നിവയെല്ലാം എന്താണ് ഈ ഘട്ടത്തിന്റെ പ്രത്യേകതകളാണ് അല്ലെ. What are the physical changes that take place during this period? അപ്പൊ എന്തൊക്കെയാണ് ഈ സമയത്ത് ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങളെ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബോയ്സ് ഫിസിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് അഡോളസൻസിലെ കൗമാര കാലഘട്ടത്തിലെ ശാരീരിക മാറ്റങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ബോയ്സിന് എന്തൊക്കെയാണ്, ഗേൾസിന് എന്താണെന്നല്ലേ. ബോയ്സിന് റാപ്പിഡ് ഗ്രോത്ത് അല്ലെ, വളർച്ച ത്വരിതപ്പെടുത്തുന്നു. അതുപോലെ എന്താണ് ഈ ഗേൾസിനും അതേപോലെ തന്നെ റാപ്പിഡ് ഗ്രോത്ത് ആണ് അല്ലെ. നെക്സ്റ്റ് ഫാസ്റ്റ് ഗ്രോത്ത് ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. എന്താണ്? റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ വളർച്ച വേഗത്തിലാക്കുന്നു അല്ലെ. പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ച എന്താണ് വേഗത്തിലാവുന്നു. ഇവിടെ ഗേൾസിന്റെ ഫാസ്റ്റ് ഗ്രോത്ത് ഓഫ് ബ്രസ്റ്റ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അല്ലെ. പ്രത്യുൽപാദന അവയവങ്ങൾ, സ്തനം എന്നിവയുടെ വളർച്ച എന്താണ് വേഗത്തിലാവുന്നുണ്ട് അല്ലെ. ദെൻ ഹെയർ ഡെവലപ്സ് അറൌണ്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻ അണ്ടർ ആംസ്, ചെസ്റ്റ് ആൻഡ് ഫേസ്. എന്താണ്? ജനനേന്ദ്രിയ ഭാഗം, കക്ഷം, മാറിടം, മുഖം എന്നിവ എന്താണ് ശരീരഭാഗങ്ങളിൽ എന്താണ് എന്നിവയുടെങ്ങളിലൊക്കെ എന്താണ് രോമങ്ങൾ വരുന്നുണ്ട് അല്ലെ ആൺകുട്ടികൾക്ക്. അതേപോലെ പെൺകുട്ടികൾക്ക് എന്താണ് ഹെയർ ഡെവലപ്സ് അറൌണ്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആൻഡ് അണ്ടർ ആംസ് അല്ലെ. എന്താണ്? ജനനേന്ദ്രിയ ഭാഗത്തും കക്ഷത്തിലും എന്താണ് രോമങ്ങൾ വളരുന്നുണ്ട് അല്ലെ ഗേൾസിനാണെങ്കിലും. ഇനി ബോയ്സിന് നോക്കൂ. വോയിസ് ഗെറ്റ്സ് ഡീപ്പർ. എന്താ? ശബ്ദത്തിന് എന്താണ് ഗാംഭീര്യം കൂടുക അല്ലെ. ഒരു സൗണ്ടൊക്കെ മാറുന്ന ടൈമാണല്ലേ. അപ്പൊ അവിടെ ഇനി ഗേൾസിനാണെങ്കിലോ വോയിസ് ബിക്കം സ്വീറ്റർ. എന്താണ്? ശബ്ദ എന്താണ് ഒരു ഗേൾസിന്റെ സൗണ്ട് ഒരു സ്വീറ്റ് ആയി മാറുകയാണ് അല്ലെ. ദെൻ ബോയ്സിന് എന്താണ് അടുത്തത്? സ്റ്റാർട്ട് സ്പെർമറ്റോളജിനിസിസ് അല്ലെ. എന്താണ്? ബീജോത്പാദനം ആരംഭിക്കുന്നുണ്ട്. ഗേൾസിന് സ്റ്റാർട്ട് ഓവല്യൂഷൻ ആൻഡ് മെൻസ്ട്രൽ സൈക്കിൾ അല്ലെ. എന്താണ്? അണ്ടോത്സർജനം തുടങ്ങുന്നു, ആർത്തവം ആരംഭിക്കുന്നു അല്ലെ. Haven't you started experiencing such a physical changes of adolescence? കൗമാരകാലത്ത് ഇത്തരം ചില ശാരീരിക മാറ്റങ്ങൾ നിങ്ങൾക്കും അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടില്ലേ? എന്താ നോക്കാം, മെൻസ്ട്രേഷൻ എന്താ നോക്കാം അല്ലെ, ആർത്തവം. Many kinds of preparations for reproduction take place in uterus of a woman every month. Numerous blood vessels and tissue develop in the inner layer of uterus. എല്ലാ മാസവും എന്താണ് പ്രത്യുൽപാദനത്തിനുള്ള പല ഒരുക്കങ്ങളും ഒരു സ്ത്രീയുടെ എന്താണ് യൂട്രസിൽ, ഗർഭാശയത്തിൽ നടക്കുന്നുണ്ട്. ഗർഭാശയത്തിന്റെ ആന്തരപാളിയിൽ എന്താണ് ധാരാളം രക്തലോമികളും കലകളും രൂപപ്പെടുന്നുണ്ട്. എന്നാൽ if pregnancy does not happen, this preparation becomes futile. Then the newly formed blood vessel and the tissue collapse. Blood vessel and tissue shedded off from the uterine wall get expelled from body along with blood. This process is called menstruation. എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ. എന്നാൽ
ഗർഭധാരണം പ്രഗ്നൻസി നടക്കാതെ വന്നാൽ ഈ ഒരുക്കങ്ങൾ വെറുതെ ആകുന്നു. അപ്പോൾ പുതിയതായി രൂപപ്പെട്ട ഈ രക്തലോമികൾ എന്താണ് പൊട്ടും. ഈ രക്തലോമികളും മറ്റ് കലകളും എന്താണ് ഗർഭാശയ ഭിത്തിയിൽ നിന്ന് അടർന്നു മാറുകയും രക്തത്തോടൊപ്പം ഇവയെല്ലാം എന്താ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യും. ഈ പ്രക്രിയയാണ് എന്ത് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then the menstrual bleeding may last for 7 days. Some people may experience severe abdominal pain, vomiting, back pain and leg cramps before and during menstruation. Some people may also develop excessive anger and anxiety during this period. എന്താ ഇവിടെ പറയുന്നത്? ഇത് 7 ദിവസം വരെ എന്താണ് നീണ്ടു നിന്നേക്കാം അല്ലെ. 7 ദിവസം വരെ എന്താണ് നീണ്ടു നിൽക്കും. ഈ മെൻസ്ട്രേഷന് മുന്നോടിയായും ആർത്തവ സമയത്ത് എന്താണ് ആ സമയത്ത് മെൻസ്ട്രേഷൻ സമയത്ത് എന്താണ് കലശലായ വയറുവേദന ഉണ്ടാവും, വോമിറ്റിംഗ് ഛർദി ഉണ്ടാവും, നടുവേദന ഉണ്ടാവും, കാലിന് കഴപ്പ് തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ചിലർക്ക് അനുഭവപ്പെടാറുണ്ട് അല്ലെ. ചിലർക്ക് എന്താണ് ഭയങ്കര ദേഷ്യം, ഉത്കണ്ഠ എന്നിവയും എന്താവുന്നുണ്ട് ഉണ്ടായേക്കാം അല്ലെ. Menstrual cycle is a normal physiological process that occurs in every 28 days. There may be slight variations in this. Consult a doctor if your menstrual cycle is irregular. എന്താണ് ഈ മെൻസ്ട്രേഷൻ ഏകദേശം ഓരോ 28 ദിവസം കൂടുമ്പോഴും ഉണ്ടാകേണ്ട ഒരു ശാരീരിക പ്രക്രിയയാണ് കേട്ടോ. ഇതിൽ ചെറിയ തോതിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാം. ഈ മെൻസ്ട്രേഷൻ കൃത്യമായി ഉണ്ടായില്ലെങ്കിൽ എന്താക്കാണ് റെഗുലർ ആയിട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. ഓക്കെ, ഇനി മെൻസ്ട്രൽ ഹൈജീൻ എന്താ നോക്കാം. വാട്ട് മെത്തേഡ് ഡു ഗേൾസ് അഡോപ്റ്റ് ടു മാനേജ് മെൻസ്ട്രൽ ബ്ലഡ്? എന്താണ് മെൻസ്ട്രലിന്റെ സമയത്ത് ഉണ്ടാകുന്ന രക്തസ്രാവം വലിച്ചെടുക്കാൻ പെൺകുട്ടികൾ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്? ഡിസ്കസ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് സാനിറ്ററി നാപ്കിൻ ഡ്യൂറിങ് മെൻസ്ട്രൽ പീരീഡ്. എന്താണ് ഈ ആർത്തവ കാലത്ത് സാനിറ്ററി നാപ്കിനുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകളും അസൗകര്യങ്ങളും എന്തൊക്കെയാണ് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസ്അഡ്വാൻറ്റേജസ് എന്താണ്, നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താക്കുള്ള ഡിസ്കസ് ചെയ്യുക കേട്ടോ. ഇനി മെൻസ്ട്രൽ കപ്പ് കണ്ടോ. Don't you know that menstrual cups are now available which are more convenient to use during menstruation? എന്താണ് മെൻസ്ട്രേഷന്റെ സമയത്ത് ഉപയോഗിക്കാൻ കൂടുതൽ സൗകര്യപ്രദമായ മെൻസ്ട്രൽ കപ്പുകൾ ഇപ്പോൾ ലഭ്യമാണെന്ന് അറിയാമല്ലോ. Discuss with health workers and learn more about the use of menstrual cups and adolescent hygiene. What are the benefits of using menstrual cup? Discuss and record them in the science diary. എന്താണ് പറയുന്നത്? ആരോഗ്യ പ്രവർത്തകരോട് എന്താണ് ചോദിച്ച് നിങ്ങൾ എന്താക്കുക ഈ മെൻസ്ട്രൽ കപ്പിന്റെ ഉപയോഗ രീതി, കൗമാരകാലത്തെ ശുചിത്വം എന്നിവയെ പറ്റി കൂടുതൽ മനസ്സിലാക്കുക. മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ കുറിക്കുക. Wash your hands with a soap or mild disinfectant before and after using menstrual cup, sanitary napkin or cloth. Care should be taken to change sanitary napkins or cloth after every 4 to 5 hours as part of cleanliness. എന്താണ് മെൻസ്ട്രൽ കപ്പ്, സാനിറ്ററി നാപ്കിനുകൾ, തുണികൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുമ്പും ശേഷവും എന്താണ് കൈകൾ സോപ്പോ വീര്യം കുറഞ്ഞ അണുനാശിനിയോ ഉപയോഗിച്ച് കഴുകണം. സാനിറ്ററി നാപ്കിനുകൾ, തുണികൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ എന്താണ് ശുചിത്വത്തിന്റെ ഭാഗമായി അവ 4-5 മണിക്കൂറിനുള്ളിൽ മാറ്റാൻ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ 4-5 മണിക്കൂറിനുള്ളിൽ മാറ്റണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്താണ് അതൊക്കെ ശുചിത്വത്തിന്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ നിൽക്കണം. ഓക്കെ, നെക്സ്റ്റ് അഡോളസെന്റ് ന്യൂട്രീഷൻ. ആ സമയത്തുള്ള ഭക്ഷണം അല്ലെ, കൗമാരകാലത്തെ ഭക്ഷണം എന്താണ്? വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് ഷുഡ് വി ടേക്ക് ഡ്യൂറിങ് അഡോളസെൻസ്? കൗമാരകാലത്ത് എങ്ങനെയാണ് ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്? ഡിസ്കസ് ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റർ ഗിവൺ ബിലോ. താഴെ കൊടുത്ത സൂചനകൾ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്യാം. ബോഡി ഗ്രോത്ത് ഡ്യൂറിങ് അഡോളസൻസ് ഈസ് റാപ്പിഡ്. കൗമാരകാലത്ത് എന്താണ് ഈ ശരീര വളർച്ച എന്താണ് റാപ്പിഡ് ആണ് അല്ലെ, ദ്രുതഗതിയിലാണ്, വേഗം നടക്കും. എ ഗേൾ ലോസസ് അബൌട്ട് 0.6 ലിറ്റർ ബ്ലഡ് ഡ്യൂറിങ് മെൻസ്ട്രേഷൻ. ആർത്തവ കാലത്ത് എന്താണ് പെൺകുട്ടികൾക്ക് ശരാശരി 0.6 ലിറ്റർ രക്തം നഷ്ടപ്പെടുന്നുണ്ട്. കൺസിഡറിംഗ് ദ ബ്ലഡ് ലോസ് ആൻഡ് റാപ്പിഡ് ബോഡി ഗ്രോത്ത്, ഹൗ ഷുഡ് അഡോളസൻസ് സജസ്റ്റ് ദെയർ ഫുഡ് ഹാബിറ്റ്? ഡിസ്കസ് ആൻഡ് റൈറ്റ് ഇൻ ദ സയൻസ് ഡയറി. എന്താണ് നമ്മുടെ ശരീരം ഒരുപാട് അത്ഭുതങ്ങളുടെ രക്തനഷ്ടം, ദ്രുതഗതിയിലുള്ള ശരീര വളർച്ച എന്നിവ പരിഗണിച്ചെന്താണ് ഈ കൗമാരകാലത്തെ ഭക്ഷണരീതി എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടതെന്ന് ചർച്ച ചെയ്ത് പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. Then, have you understood that our body is a storehouse of many wonders? Visit medical exhibition to view and understand more about the internal organs we have learned about.
അപ്പൊ എന്താണ്, നമ്മുടെ ശരീരം ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയാണെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ പഠിച്ച വിവിധ ആന്തരാവയവങ്ങളെ കുറിച്ച് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ മെഡിക്കൽ എക്സിബിഷനുകൾ നടക്കുമ്പോൾ അവിടെ സന്ദർശിക്കാനാ പറയുന്നത് കേട്ടോ. ദെൻ സെക്ഷൻ എക്സ്പ്ലോയിറ്റേഷൻ. എന്താണ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ? ലൈംഗിക ചൂഷണം അല്ലെ. ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻക്ലൂഡിംഗ് സ്മോൾ ചിൽഡ്രൻ ആർ സബ്ജക്റ്റഡ് ടു വേരിയസ് കൈൻഡ്സ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സെക്ഷൽ അബ്യൂസ് ഇൻ ദ സൊസൈറ്റി. They often become victims of abuse in their own homes, relatives, houses, vehicles, schools and other public places. എന്താണ്, ചെറിയ കുട്ടികൾ ഉൾപ്പെടെ സമൂഹത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പലവിധ ശാരീരിക, മാനസിക, ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് അല്ലെ. സ്വന്തം വീടുകളിൽ, ബന്ധുവീടുകൾ, വാഹനങ്ങൾ, വിദ്യാലയങ്ങൾ, പൊതുസ്ഥലങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ വെച്ചാണെന്ത് പലപ്പോഴും പീഡനങ്ങൾക്കിരയാവുന്നത്. You need to be careful about the following types of people while interacting with relatives, classmates, friends and strangers. എന്താണ്, ബന്ധുക്കൾ, അതുപോലെ എന്താണ് സഹപാഠികൾ, കൂട്ടുകാർ, പിന്നെ സ്ട്രേഞ്ചേഴ്സ്, അപരിചിതർ എന്നിവരുമായി ഇടപഴകുമ്പോൾ താഴെ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ്? ദോസ് ഹു ട്രൈ ടു ടച്ച് യുവർ ബോഡി പാർട്സ് വിത്തൗട്ട് പെർമിഷൻ. അനുവാദമില്ലാതെ നിങ്ങൾ ശരീരഭാഗങ്ങളെ സ്പർശിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അനുവദിക്കാൻ പാടില്ല കേട്ടോ. ദെൻ പീപ്പിൾ ഹു ടോക്ക് ആൻഡ് ലുക്ക് വിത്ത് എ സെക്ഷൽ ഇന്റന്റ്. എന്താണ്, ഈ സെക്ഷൽ ഇന്റന്റോട് കൂടി, അതായത് ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നവരും നോക്കുന്നവരും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്താക്കണം, അങ്ങനത്തെ ആൾക്കാരെ നിന്ന് വിട്ടു നിൽക്കുക നിങ്ങൾ. ഓക്കെ. ദെൻ ദോസ് ഹു എൻകറേജ് യു ടു വ്യൂ പോർണോഗ്രാഫിക് ഇമേജ് ആൻഡ് വീഡിയോ. എന്താണ്, അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ കാണാൻ പ്രേരിപ്പിക്കുന്നവർ, അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം. ദോസ് ഹു ഷോ ഫേക്ക് ലവ് ആൻഡ് ഗീവ് ഗിഫ്റ്റ്. അതുപോലെ എന്താ, കൃത്രിമ സ്നേഹം കാണിക്കുന്നവരും എന്താണ് ഗിഫ്റ്റ് നൽകുന്നവരൊക്കെ ഉണ്ട് അല്ലെ, അവരോടൊന്നും അടുത്തു കൂടരുത്. അവിടെ നിന്നൊക്കെ എന്താക്കണം, നിങ്ങൾ വിട്ടു നിൽക്കണം കേട്ടോ. ഇഫ് യു ഫേസ് എനി ഡിഫിക്കൽട്ടി ഇൻ ദ അബോവ് മെൻഷൻ വേസ് യു ഷുഡ് സ്പീക്ക് ഓപ്പൺലി വിത്തൗട്ട് ഫിയർ ടു യുവർ പാരന്റ്സ്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, മുകളിൽ സൂചിപ്പിച്ച രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ എന്താക്കുക, നിങ്ങളെ പാരന്റ്സിനോട്, അമ്മേനോടോ അച്ഛനോടോ ഒക്കെ പറയാ. പിന്നെ എന്താണ്, ക്ലാസ്മേറ്റ്, ടീച്ചേഴ്സ് ഓർ സ്കൂൾ കൗൺസിലർ, എന്താണ് പാരന്റ്സിനോട് പറയാ, സഹപാഠികളോട് പറയാം, അധ്യാപകരോട്, സ്കൂൾ കൗൺസിലർ തുടങ്ങിയവരോട് എന്താണ് നിങ്ങൾ പേടിയില്ലാതെ കാര്യങ്ങൾ തുറന്ന് പറയണം. ഓക്കെ. യു ഷുഡ് പ്രാക്ടീസ് സേയിങ് നോ ഫേംലി വെൻ യു ആർ റെക്കഗ്നൈസ് ബാഡ് ടച്ച് ബൈ സംവൺ ഓൺ യുവർ ബോഡി പാർട്സ്. എന്താണ്, നിങ്ങളുടെ ശരീരഭാഗത്ത് മറ്റൊരാൾ സ്പർശിക്കുമ്പോൾ എന്താണ് മോശമായ സ്പർശം തിരിച്ചറിഞ്ഞ് നോ എന്ന് ശക്തമായി പറയാൻ ശീലിക്കണം. ഓക്കെ. ചെയ്യരുതെന്നും പറഞ്ഞിട്ട് നിങ്ങൾ എന്താക്കുക, വിട്ടു നിൽക്കണം. ഓക്കെ. If you don't get enough support from your near and dear ones, even after opening up about the harassment you or your classmate had faced, you can contact the child helpline number. അപ്പൊ നിങ്ങൾ എന്താണ്, നിങ്ങൾക്കോ നിങ്ങളുടെ സഹപാഠികൾക്കോ ഉണ്ടാകുന്ന ഏത് തരം പീഡനവും വേണ്ടപ്പെട്ടവരോട് തുറന്നു പറഞ്ഞിട്ടും വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ലെങ്കിൽ എന്താക്കുക, ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ നിങ്ങൾക്ക് വിളിക്കാം. ലോഗോയിലെ നമ്പർ മനസ്സിൽ സൂക്ഷിക്കുക. ഈ നമ്പറാണ് ചൈൽഡ് ലൈനിന്റെ നമ്പർ 1098. ഇതിൽ എന്താക്കുക, നിങ്ങൾ വിളിച്ച് നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നൊക്കെ പറയാം. ഓക്കെ. It is a child's right to get protection from all kinds of exploitation. എല്ലാത്തരം ചൂഷണങ്ങളിൽ നിന്നും സുരക്ഷ ലഭിക്കുക എന്നത് എന്താണ്, നിങ്ങൾ കുട്ടികളുടെ അവകാശമാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ചൂഷണങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടവരെ അറിയിക്കുക. എന്താണ്, പാരന്റ്സിനോടോ ടീച്ചേഴ്സിനോടോ സ്കൂൾ കൗൺസിലേഴ്സിനോടൊക്കെ പറയാം. അഥവാ അങ്ങനെ പറഞ്ഞിട്ടും ഒരു കാര്യം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക, ചൈൽഡ് ലൈനിലുള്ള ഈ നമ്പറില്ല 1098 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് വിളിക്കുക. അപ്പോൾ അതിനുള്ള പ്രതിവിധി അവരെടുത്തോളൂ കേട്ടോ. ഓക്കെ. ദെൻ അപ്പോൾ ഇത്രയുള്ള നിങ്ങളെ ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്റർ നന്നായി മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്, ഇത് നമ്മുടെ ജീവിതത്തിൽ തന്നെ പകർത്തേണ്ട കാര്യങ്ങളാണ്, നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ. താങ്ക് യു.